പ്രണാമം. ഞാൻ ഇടുക്കി സേനാപതി പഞ്ചായത്തിൽ താമസിക്കുന്നു. ഒരു അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ലീല രവി. ഞാൻ ഭക്തിമാർഗത്തിൽ വന്നത് 2013 ഞാൻ ഉപവാസം എടുക്കാൻ തുടങ്ങിയത് കുഞ്ചിത്തണ്ണി സന്നിധിയിൽ ആണ്. എനിക്ക് ഭഗവാൻ ഗുരുബാബയെ കുറിച്ച് ഉപവാസത്തെ കുറിച്ച് പറഞ്ഞു തന്നതും അങ്ങനെ ഞാൻ ഉപവാസം നോക്കുകയും ഈശ്വരവിഹിതവും ഉപവാസം വെച്ചവും മുടക്കം കൂടാതെ അടക്കുകയും ചെയ്തു. പിന്നെ ഭഗവാൻ ഗുരുബാബ നടത്തുന്ന മഹാരുദ്രാണി പ്രാർത്ഥനയിലും മുടക്കം കൂടാതെ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. എൻ്റെ ജോലിയിൽ നിന്നും എനിക്ക് വളരെ ഉന്നതിയിൽ എത്താനും എനിക്ക് സാധിച്ചു. 24 വർഷമായിട്ട് തർക്കത്തിൽ കിടന്ന എൻ്റെ പേരിലുള്ള വീടും സ്ഥലവും പോക്കുവരവ് ചെയ്ത കരമടച്ച് എനിക്ക് അവിടുന്ന് വിറ്റു മാറാൻ സാധിച്ചു. പിന്നെ ചിത്രശലഭങ്ങൾ പലപ്പോഴും വരാറുണ്ട്. എങ്കിലും ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വലിയ പ്രയാസമുള്ള ഒരു മേഖലയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. കാട്ടാന എൻ്റെ കൈ എത്തും അറ്റത്ത് വന്നു. അതുപോലെ തന്നെ ഇപ്പറ ഒഴുകുന്ന വെള്ളത്തിൽ പാമ്പും കണ്ടു. എൻ്റെ കയ്യിലെ ജപമാലയും ഫോണും കുടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഗുരുപ്രമുഖ വിനോദ്ജിനെ ഞാൻ വിളിച്ചു. ഞാൻ ഇന്ന് വീടെത്തുകയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചർ ഒന്നുകൊണ്ടും നിരാശപ്പെടരുത്, ജപമാലയിൽ അന്ത്യശരണം ജപിക്കണം. ഗുരുബാബയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഞാനും സുബോധിനിയും പ്രാർത്ഥിക്കും. ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്നെ ഉപദേശിച്ചു. ജപമാലയിൽ അന്ത്യശരണം ജപിച്ചപ്പോൾ ഒരു വലിയ പരുന്ത് എൻ്റെ തലയ്ക്ക് മുകളിൽ വന്നു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ വിനോദ്ജി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്നെ പരുന്ത് കൊത്തിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. ഇനി ഒട്ടും പേടിക്കേണ്ട, വരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ പ്രാർത്ഥനയുടെ ഫലവും ഭഗവാന്റെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ജീവിച്ച് ഇരിക്കുന്നത്. ഒരു വെളുത്ത ചിത്രശലഭം എൻ്റെ കൊച്ചിന്റെ മേത്ത് അത് വന്നിരുന്നു. അവളുടെ കണ്ണിന് കാഴ്ച കൂടുതലും ഒരു കണ്ണിന് കാഴ്ച അല്പം കുറവുമായിരുന്നു. ഭഗവാൻ ഗുരുബാബയുടെ ആദ്യ ദർശനത്തിൽ തന്നെ അവളുടെ കണ്ണട എടുത്ത് മാറ്റാൻ പറ്റി. ഇതുപോലെ പറയാനായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നെ ഗുരുബാബ ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ച വിനോദ്ജിക്കും സുബോധിനിക്കും എൻ്റെ പ്രണാമം. ഭഗവാൻ ഗുരുബാബയ്ക്കും എൻ്റെ പ്രണാമം. ഞാൻ ഭഗവാൻ ഗുരുബാബയെ ദൈവമായി സ്വീകരിച്ച് അന്ന് തുടങ്ങി ഇന്ന് വരെ ഉപവാസം എടുക്കുന്നു. എൻ്റെ ഓർമ്മ നിൽക്കുന്ന കാലം മുതൽ ഞാൻ ഈ ഭക്തിമാർഗത്തിൽ തുടരുകയും ചെയ്യും. ഗുരുവായൂർ ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രം വഴി പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവം ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. കൂടുതലറിയാൻ സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 10 മണി വരെ വിളിക്കാം. 9495510111.